ഓ വന്നല്ലേ, നിനക്ക് ഒന്ന് വന്നു കിട്ടാറുള്ള പാട്. ഒന്ന് വേഗം ആവട്ടെ, നാറ്റം കൊണ്ട് അകത്തിരിക്കാൻ മേലാതായി. ഇതിന് കുറെ പണിയുണ്ട് മുതലാളി. സെൻട്രൽ പൈപ്പ് മുഴുവൻ അടഞ്ഞു കിടക്കുക. എന്നാ അതങ്ങോട്ട് തുറന്നു വിട്, വേണമെങ്കിൽ 5 or 10 വന്നേക്കാം. ഇത് 5ലും 10ലും ഒതുങ്ങുന്ന കേസൊന്നും അല്ല. അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 200 രൂപയുടെ പണിയുണ്ട്. മുതലാളി ആയതുകൊണ്ട് ഒരു 150 തന്നാ മതി. 150 രൂപയോ? ഇത് കെട്ടാൻ പോലും എനിക്ക് 150 രൂപയായില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാതാ. തൊഴുത്തിലെ ചാണകമാണ് വാരണമെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് 12 രൂപ വെച്ച് കിട്ടും. ഇത് അതോ മറ്റോ ആണോ? ഏതായാലും കൈനഷ്ടം എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഞാനൊരു 15 രൂപ തരാം. നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. തന്നെത്താൻ അങ്ങ് വാരിയാ മതി. ഇയാളുടെ ഒരു 15 കൂവ. ഇതിനകത്ത് ചാണകം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും പുണ്ണാക്കും നിന്നാ മതി. പിണ്ണാക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കൊടു. നിന്റെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. 150 150 കൊടുത്തു തൊളിച്ചുകൂടായിരുന്നോ? നാറ്റം കാരണം അയൽവക്കത്തുകാർ കൂടെ കിടക്കണ്ട. എന്നാ നിന്റെ അയൽവക്കത്തോരോട് കൊടുക്കാൻ പറയടി. നീ പോയി കമ്പെടുത്തോളൂ വന്നേ. കമ്പെടുത്തതിനകത്തിട്ട് എന്തോ ചെയ്യാൻ പോവോ? പറയുന്നത് കേൾക്ക, ഒരു കമ്പെടുത്തോളൂ വാ. ഒരു നാറ്റമില്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണമായിട്ട് നീ എവിടെയാ തെണ്ട് കിടക്കുന്നേ? ഇന്നലെ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? അല്ല അത് പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് കേൾക്കാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാ. നീയാടാ അച്ഛന്റെ മോൻ. 10 കാശുണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ. മോൻ പോയി കുളിച്ച് വല്ലതും കഴിച്ചൊന്ന് വിശ്രമിക്ക്. ചെല്ലേ. കൊണ്ടുവരാൻ പറഞ്ഞ ഉടനെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. ഇവിടെ നിന്ന് നിപ്പിൽ അങ്ങോട്ട് പോയി. അയ്യോ എന്റെ മഹാദേവന്റെ അച്ഛൻ പോയി. അയ്യോ മഹാദേവ, വാമദേവ, ചന്ദ്രനെ, അയ്യോ എല്ലാരും ഒന്ന് ഓടി വരണേ. ഇത് ആരും ഇവിടെ തുറന്നു വെച്ചത്? ഇവിടെ ഒരുത്തിനും ഒരു ഉത്തരവാദിത്വ ബോധമില്ല. മൂക്കറ്റ നിന്റെ കോട്ടപ്പുറം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഉത്തരവാദിത്വ ബോധം. അയ്യോ എടാ മഹാഭാവി, നിന്റെ അച്ഛൻ അതിനകത്തുണ്ടോ? അയ്യോ എന്നെ എനിക്ക് വയ്യ.